പരിഹാര നടപടികൾ തുടരുന്നുവെന്നാണ് ഈ അമേരിക്കയും ഇറാനും അറിയിക്കുന്നത്. പക്ഷേ ഈ ചർച്ചകളിലൊന്നും കാര്യമായ പുരോഗതി കാണുന്നതുമില്ല. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? ഇതിൽ രണ്ട് രാജ്യങ്ങളും ഇറാനും അമേരിക്കയും വ്യത്യസ്തമായിട്ടുള്ള ധ്രുവത്തിലാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ മസ്കത്തിൽ ചർച്ച നടന്നു, അതിന് പിന്നാലെ ഇപ്പം ജനീവയിൽ 2 വട്ടം ചർച്ച നടന്നു. ഈ ചർച്ചയിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ ചർച്ച മുന്നോട്ട് പോയത്. അപ്പോൾ ഇറാൻ ഔദ്യോഗികമായി തന്നെ ഒരു കരട് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ കരട് നിർദ്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഒരു താൽക്കാലിക സ്വഭാവത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് താൽക്കാലികമായി ഒരു കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ തൽക്കാലം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ചില ഉദാരമായിട്ടുള്ള നിലപാടുകൾ ഇറാൻ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അമേരിക്ക തൃപ്തരാകുന്നില്ല. അമേരിക്കക്ക് ഇപ്പോൾ ആവശ്യം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാന്റെ പക്കൽ ഉണ്ടാകാൻ പാടില്ല. ഇറാൻ അത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആണവ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി തന്നെ ഇറാൻ പിൻവാങ്ങണമെന്നാണ്. അത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തങ്ങളുടെ രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ്. സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആണവ സാങ്കേതികത പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്ന് തങ്ങളെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു രമ്യതയിലേക്കോ സമവായത്തിലേക്കോ എത്തുക എന്നത് ഇന്നത്തെ അവസ്ഥയിൽ ദുഷ്കരമായിരിക്കും. അത് മാത്രമല്ല ഇസ്രായേലിന്റെ അതേ ആവശ്യങ്ങൾ തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ഏറ്റുപിടിക്കുന്നത്. ഇറാന്റെ പക്കൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ ആണവ പദ്ധതി ഇല്ലാതാക്കണം, വേണ്ടി വന്നാൽ ആക്രമണം നടത്തണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ തുടരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന നെതന്യാഹുവിന്റെ വാദങ്ങൾ അതേപടി തന്നെയാണ് അമേരിക്കയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ തോതിലുള്ള വിട്ടുവീഴ്ചകളിലേക്ക് അമേരിക്കയും ഇറാനും തയ്യാറാകേണ്ടി വരും. പക്ഷേ അത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമാണ് ഇനിയിപ്പം ഏറ്റവും പ്രധാനം. കാരണം നേരത്തെയൊക്കെ ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ് എന്നൊക്കെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല ആണവായുധം തങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ ഈ ആക്രമണത്തിൽ നിന്ന് താൻ പിൻവാങ്ങാമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഇതൊക്കെയും ഈ നേരത്തെ കൈമാറിയിരിക്കുന്ന കരട് നിർദ്ദേശത്തിലുണ്ട്. പക്ഷേ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇനിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ട്രംപ് ഏത് പ്രതികരണം നടത്തും എന്നതിനെ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ സംഘർഷത്തിന്റെ പരിണതി എന്നത്. ഹരി, MC, അടുത്ത ചർച്ച വിയന്നയിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ച എന്നായിരിക്കും നടക്കുക എന്നുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ? ഒപ്പം തന്നെ അതിലൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ കഴിയുമോ? അത് തീർച്ചയായിട്ടും. കാരണം ഇന്നലെ ഒമാനും അതോടൊപ്പം തന്നെ ഇറാനും ഈ 2 രാജ്യങ്ങളും വ്യക്തമാക്കിയത് വളരെ ഗണ്യമായിട്ടുള്ള പുരോഗതി ഇതിലുണ്ട്. കുറെ കൂടി ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ പ്രധാനപ്പെട്ട കടമ്പകളിലാണ് തങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സാങ്കേതിക സമിതിയുടെ ഒരു ചർച്ച, സാങ്കേതികമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള ഒരവസ്ഥ വിയന്നയിൽ ഒരുക്കിയിരിക്കുന്നത്. യുടെ സ്വഭാവം അടുത്ത ആഴ്ച ഏത് സമയത്തായിരിക്കും വിയന്നയിൽ ഔദ്യോഗികമായിട്ടുള്ള ഈ ചർച്ച ആരംഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. ആ ദിവസം പിന്നെ പ്രഖ്യാപിക്കേണ്ടത് 1-2 ദിവസത്തിനുള്ളിൽ വിയന്ന ചർച്ച എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത എത്തേണ്ടതുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് അനിശ്ചിതത്വവും നിലനിൽക്കുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ സൈനിക വിന്യാസങ്ങളുമായിട്ട് അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ മേഖലയെ മൊത്തം സ്ഫോടനാത്മകമാക്കി മാറ്റുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന്റെ സുരക്ഷാ മേധാവിയും നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 കൂട്ടരും തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കവും പൊറുപ്പിക്കുകയില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഘട്ടത്തിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ വിയന്നയിലെ സാങ്കേതിക ചർച്ചയോടുകൂടി ഈ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് വളരെ അനിശ്ചിതത്വം തന്നെ ആ ചോദ്യത്തിനും നിലനിൽക്കുകയാണ്. ഹരി.